എൻചിലാദാസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, പകുതി സവാള ചെറുതായി കൊത്തി അരിഞ്ഞത്, പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 കപ്പ് കോൺ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടാം, ഒരു വലിയ 3 അല്ലി വെളുത്തുള്ളി, അല്ലെങ്കിൽ ഒരു 6 മുതൽ 8 വരെ ചെറിയ അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക് ചതച്ചത്, സവർ ക്രീം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ളത് ലാസ്റ്റിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. ചീസ്, ചെഡർ ചീസും മോസറല്ല ചീസും മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ടോർട്ടിലാസ് 6 എണ്ണം. ടോർട്ടിലാസ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ ചപ്പാത്തി യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലേക്ക് 2 സൈഡ് നല്ലപോലെ ഗോൾഡൻ നിറമാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് വെക്കാം. നന്നായി ഇളക്കി നമുക്ക് ചിക്കൻ കോരി മാറ്റി വയ്ക്കാം. ഉപ്പും കുരുമുളകും ചേർത്ത ശേഷം ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. 1 മിനിറ്റ് ശേഷം നമുക്ക് ചിക്കൻ കോരി മാറ്റി വയ്ക്കാം. സെയിം ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ഇത്തിരി എണ്ണയിൽ നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ചേർത്ത് വെക്കാം. പച്ചമുളക് നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള ചേർത്ത് വെക്കാം. സവാള ചേർത്ത് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യാപ്സിക്കും ക്യാരറ്റും ചേർത്ത് വെക്കാം. കോണും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം. എല്ലാം ഒന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ്, കുരുമുളക് ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചിക്കൻ എൻചിലാദാസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് സവർ ക്രീം ചേർത്ത് വെക്കാം. ഒരു 1/2 കപ്പ് ചീസ്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് തണുത്തതിന് ശേഷം ഇതിലേക്ക്
ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം. നമുക്ക് ചപ്പാത്തിയിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കണം. 160 ഡിഗ്രി സെൽഷ്യസിൽ. ഓവൻ ഇല്ലെങ്കിൽ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ, ഒരു വലിയ കുഴിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിൽ തട്ടിറക്കി വെച്ചിട്ട് ഏറ്റവും ലോ സിമ്മിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അതിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തിയിൽ നമുക്ക് നടുക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ മടക്കി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ 6 ചപ്പാത്തിയിൽ റോൾ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ബാക്കി വന്ന് ചീസും കൂടെ വിതറി കൊടുക്കാം. ഡെക്കറേഷനായിട്ട് ഒലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒലീവ്സ് ഇല്ലെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ഡെക്കറേഷനായിട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ചിക്കൻ എൻചിലാദാസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. Thanks for watching. Like, share, subscribe. Don't forget the bell.